ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇടുക്കി വാഴത്തോപ്പിൽ വന്നിരിക്കുകയാണ്. ഒരു ഫാമിലിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവരുടെ ഒരു ദിനചര്യ ആദ്യ ദിവസം മുതലുള്ള അവസാന സമയം വരെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 2.5 ഏക്കർ സ്ഥലമുണ്ട്. അതിനൊപ്പം തന്നെ ഒരു പശു ഫാമുണ്ട്. ഇവിടെ എല്ലാ കൃഷി ജോലികളും ഇവർ 4 പേരോടാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഞാൻ ബാബു ചേറ്റാനി. ഇവിടെ കാലങ്ങളായിട്ട്, അതായത് എൻ്റെ ചാച്ചനൊക്കെ ഇവിടെ ആദ്യം കുടിയേറിയ ആൾക്കാരാണ്. ഇവിടെ ആദ്യം കുടിയേറിയ 5-6 പേരിൽ ആദ്യത്തെ ആളാണ് എൻ്റെ ചാച്ചൻ. ഞങ്ങളുടെ ജീവിതചര്യ എന്ന് പറഞ്ഞാൽ മുഖ്യ തൊഴിൽ കൃഷിയായിരുന്നു. ചാച്ചനിൽ നിന്നാണ് ഞങ്ങളുടെ കൃഷിപ്പള്ളിയിൽ ബാലപാഠങ്ങളെല്ലാം പഠിച്ചത്. അവിടുന്നാണ് കൃഷിയാണ്. ചാച്ചൻ ചെയ്ത് കൃഷി എന്താണെന്ന് കണ്ടുപഠിച്ച് ഞങ്ങളെ കൂടെ നടത്തി പഠിപ്പിച്ച് ഞങ്ങളെ വഴി നടത്തിയതാണ് ഞങ്ങളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു രീതി ഈ മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. ശരിക്കും നമുക്ക് മാതൃകയാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട, ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് തന്നെ വലിയൊരു ഉപദേശമാണ് ഇവരുടെ ഈ ഒരു ജീവിതം കൊണ്ട് ഇവർ നൽകുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇവരുടെ ഒരു ദിവസത്തിലേക്ക് നമ്മൾ ആരംഭിക്കുന്നു. ഇവരുടെ ജോലികളിലേക്ക് പോകുന്നു. നമ്മൾ പശുഫാമിൽ നിന്ന് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. അവിടെ നിന്ന് ഇവരുടെ കൃഷി ജോലികൾ ആരംഭിച്ച് നമ്മൾ ഇത് മൊത്തം കണ്ടിട്ട് തിരിച്ചു വരുന്നു. അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ വീഡിയോ മാറ്റാതെ എല്ലാവരും ഇത് മൊത്തമായിട്ട് കാണുക. അപ്പോൾ മനസ്സിലാകും ഇവരെടുക്കുന്ന എഫേർട്ട്, ഇവരുണ്ടാക്കി വെച്ച ഒരു ജീവിതം, ഇവരുണ്ടാക്കുന്ന ഒരു കൃഷി രീതികൾ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഈ വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. കഴിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു. നമ്മുടെ പ്രധാന വരുമാന മാർഗം നമ്മൾ പശു വളർത്തലാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ കാലങ്ങളനുസരിച്ച് പയ്യെ മാറി ഇപ്പം പശു ഫാമിലേക്ക് വന്നു. ഞങ്ങൾ തന്നെ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. പണിക്കാരൊന്നുമില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരു 15 പശുകളുണ്ട്. 15 പശു തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന സാഹചര്യത്തിലാണ്. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നടക്കുന്നത് അതിൻ്റെ ഈ വരുമാന മാർഗത്തിൽ ഞങ്ങളുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം നടക്കണം. ഇപ്പം നമ്മൾ HF വളരെ കുറച്ചുള്ളൂ, 2-3 ഉള്ളൂ. പക്ഷേ നമ്മൾ HF ജേഴ്സി കൂട്ട്, അതായത് ഒരു 15 ലിറ്റർ താഴേക്ക് കറവ നിൽക്കുന്ന, അതായത് ഒരു നേരം. അപ്പോൾ രാവിലെയും വൈകുന്നേരം കൂടെ ആകുമ്പോൾ ഒരു 20-22 ലിറ്ററിലേക്ക് ഉള്ളൂ. അത്ര ആ സൈസുള്ള പശുക്കളെ നമ്മൾ വളർത്താറുള്ളൂ. ബാക്കി രോഗങ്ങൾ, പ്രതിരോധ ശക്തി കുറവായതുകൊണ്ട്, പാല് കൂടുതലുള്ള പശുക്കൾക്ക് അസുഖങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ടും നമുക്കിവിടെ ഡോക്ടർ സേവനം വളരെ ദൗർലഭ്യമാണ്. സമയത്ത് ഡോക്ടർ സേവനം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പശുക്കളെയാണ് നമുക്ക് വളർത്താൻ സാധിക്കുകയുള്ളൂ. രോഗങ്ങൾ കൂടുതലിനല്ല, നമുക്ക് പെട്ടെന്നൊരു പശുവിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടർ സേവനം കിട്ടാൻ സാധ്യത വളരെ കുറവുള്ള മേഖലയാണ്, ഹൈ റേഞ്ച് മേഖലയല്ലേ. അതുകൊണ്ട് നമുക്ക് കൂടിയ ഇനങ്ങളെ നിർത്താനുള്ള സാഹചര്യമില്ല. നമ്മൾ ഒരു ദിവസം ശരാശരി 200 ലിറ്റർ പാൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം. തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറെ പുറത്ത് ചിലവുകളൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ലാഭകരമാണ്. അത്രേ ഉള്ളൂ. ഞങ്ങൾ തന്നെയുള്ള ഞങ്ങളും മക്കൾ ഇവിടെ വരുന്ന പഠന അവധിക്ക് വരുന്ന സമയത്ത് അവർ പൂർണ്ണമായിട്ട് ഇതിൽ ഇൻവോൾവ് ആണ്. ഇല്ലേ ഞാനും ഭാര്യയും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ ലാഭകരമാണ്. പാലിന്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് ഇളങ്കറവ് വേണം, ചെനപ്പശു വേണം, നറുതേന വേണം. ഇങ്ങനെ ഒരു ആവറേജ് നമ്മൾ കണക്കൂട്ടി തന്നെ നിർത്തണം. ഒരു 7-8, ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് 15 പശു ഉള്ളൂ. 15 പശുവിലൊരു 7 പശു നമുക്ക് ഇളങ്കറവയാണെങ്കിൽ ഒരു ഇടക്കറവയായിട്ടൊരു 4-5 പശു വരും. പിന്നെ നറുതേനയായിട്ട് 3-4 പശു വരും. അപ്പോൾ ഇത് പ്രസവം അനുസരിച്ച് കുറച്ച് പശു പ്രസവിക്കുമ്പോൾ കുറച്ച് പശു നറുതേനയിലേക്ക് വരും. അങ്ങനെ ഇളങ്കറവയിലേക്ക് വരും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതൊരു നമുക്ക് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ചെന പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ഇളകി വരുന്ന ഒരു സാഹചര്യം ഇല്ല നമുക്കിപ്പോൾ ഇവിടെ. കൃത്യമായിട്ട് അത് കൃത്യ രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ചിലപ്പം 2-3 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു പശു ഇളകണം. 3-4 മാസം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഇളകണേ. അപ്പോൾ നമ്മൾ കുത്തി വയ്ക്കുമ്പോഴത്തേക്കും സാധാരണ 3 മാസം
ഒരു പശു പ്രസവിച്ച് 3-ാമത്തെ മാസം ഇളക്കത്തിൽ തന്നെ കുത്തിവെക്കുകയാണെങ്കിൽ നമുക്ക് വർഷത്തിലൊരു പ്രസവം വെച്ച് പശുവിന് നടക്കും. അപ്പോൾ അത് നമുക്ക് ലാഭകരമാണ്. ചിലപ്പോൾ നമുക്കിവിടെ ഹൈറേഞ്ചിൽ അങ്ങനെ സാധിക്കുന്നില്ല, കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എത്ര കാലം തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് എനിക്ക് ഓർമ്മ വെച്ചാലും തൊട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പശു ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ ഫാമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തേക്ക് ആകുന്നേ ഉള്ളൂ. ഉണ്ടായിരുന്നു 2, 3, 4, 5 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വളർന്ന് 15 വയസ്സ് വരെ ആയതാണ്. 15 വയസ്സ് നമ്മൾ നിജപ്പെടുത്തി. ഇനി ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാഫുകളെ വെക്കണം. നമ്മളെ കൊണ്ട് ഇപ്പം 15 വയസ്സ് വരെ ഓടാൻ പറ്റുള്ളൂ. പിന്നെ അത് തന്നെയല്ല, 15 വയസ്സ് മുകളിലേക്ക് പോയ ലൈസൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ടഫാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന പണിയായതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നിർത്തുന്നത്. നമ്മൾ ലോക്കലിൽ നിന്ന് എടുക്കുകയോ ചെയ്യണത്. തമിഴ്നാട് പശുവൊക്കെ നമുക്ക് അവിടുത്തെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടില്ല ഇവിടെ വന്നാൽ. പിന്നെ അത് തന്നെയല്ല, അവർ പറയുന്ന രീതിയിലുള്ളൊരു പാല് അല്ലെങ്കിൽ അത് കളിപ്പീര അവിടെയൊക്കെ പോയി മേടിക്കുന്നത്. നമ്മൾ ലോക്കലിൽ നിന്ന് പശുക്കൾ എടുക്കുകയുള്ളൂ. ഈ മേഖലയിൽ നിന്ന് വിൽക്കാൻ എടുക്കുന്ന പശുക്കൾ, കിടാക്കൾ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ വളർത്താൻ പറ്റില്ല. ഇതെല്ലാം കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഓടില്ല. നമ്മൾ കിടാക്കളെ കൊടുക്കുകയുള്ളൂ. അത് നമ്മൾ പശുക്കിടാക്കളാണെങ്കിൽ നമ്മുടെ ഈ മേഖലയിൽ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ കൊടുക്കണം, പുറത്തേക്ക് കൊടുക്കില്ല. അപ്പോൾ ഈ മേഖലയിൽ പശു വളർത്തൽക്കാലം ഇങ്ങനെ ഒരു കിടാക്കളെ മേടിച്ച് വളർത്തുന്നവരുണ്ട്. അവർ നിറയനയാകുമ്പോൾ കരികിടാവിനെ കൊടുക്കുന്ന ഉണ്ട്, അവർക്ക് കൊടുക്കും. അതിപ്പോൾ വളർന്ന് വന്ന് അത് നിറയനയ്ക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് തിരിച്ചു മേടിക്കും. അങ്ങനെയൊക്കെ പോകും. നല്ല ഇനം കിടാക്കളാണ് നമ്മൾ വളർത്തുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഈ കിടാക്കളെല്ലാം ഇതിനകത്തുണ്ട്. അതുങ്ങൾ ഈ അകടാന് പാല് കുടിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണോ വളർത്തുന്നത് അതോ? ഈ കിടാക്കള എന്നത് മഴയായതുകൊണ്ട് കിടാക്കളെ ഇവിടെ കെട്ടിയതാണ്. കിടാക്കളെ ഞങ്ങൾ താഴെ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ തണുപ്പ് കൂടുതലായിട്ട് മതി. കുഞ്ഞു കിടാക്കളല്ലേ, ഈ 8, 10 ദിവസങ്ങളെ കിടാക്കളാണ്. അപ്പോൾ അമ്മയുടെ ചേർന്ന് കിടക്കുമ്പോൾ അവർക്കൊരു ചൂട് കിട്ടും. അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊണ്ട് കിടക്കുമ്പോൾ തണുപ്പാണ്. അത് കിടാവ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളുണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ കിടാവിൻ്റെ പശുവിനെ ചേർത്ത് കെട്ടിയതാണ്. ഇപ്പം മഴ മാറി കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ മാറ്റിവിടും. ഇപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിടാക്കളെ വിൽക്കാനും പറ്റില്ല. പോകുമ്പോൾ പശുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ മഴയൊന്ന് മാറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ചക്കട്ടല്ലെന്ന് നിങ്ങളവിടെ വെട്ടിക്കോ. ഇതെന്തായാലും വേണം പുല്ല്. ആവശ്യത്തിനായോ? ആവശ്യത്തിനായോ? ഇത് ആവശ്യത്തിനായി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോ. വിട്ടോ മറിക്കോ. ഇതെല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരിക്കും. പത്ത് 70 ജാതിയോളം നമുക്ക് കാച്ചതുണ്ട്. കായ്ക്കാത്തത് 10-40 ജാതി ഈ വർഷം വെച്ചതുണ്ട്. ജാതി കൃഷി നമുക്കൊരു ആദായകരമാണ്. പ്രത്യേകിച്ച് അതിന് രോഗബാധകളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്ന ഒരു ജാതി കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും. ജാതിക്ക് നമ്മൾ പരിചരിക്കും പോലെയാണ് അതിൻ്റെ വിളവ്. നമ്മൾ അതിനെ സംരക്ഷിക്കുമ്പോൾ തന്നെ നമുക്കതിന് വിളവ് കിട്ടും. നന്നായിട്ട് കൊടുക്കണം. വേനൊക്കെ നന്നായിട്ട് നന കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് 12 മാസവും നമുക്ക് ആദായം കിട്ടുന്ന ഒരു ഇതാണ്. ഈ സ്ലറി തന്നെയാണോ നമ്മൾ അതിന് കൊടുക്കുന്നത്? അതിന് നന്നായിട്ട് ചാണകം നമ്മൾ കൊടുക്കാറുണ്ട്.
ചെറുതായിട്ട് ഒരു 10% നമ്മൾ രാസവളം ചെയ്യാറുണ്ട്. ഈ ജൈവവളം വലിച്ചെടുക്കണമെങ്കിൽ ഒരു ഇച്ചിരി രാസവളം ചെല്ലാതെ പറ്റില്ല, ജൈവവളം തന്നെ എടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് ഒരു 10% താഴെ നമ്മൾ അതിനൊരു രാസവളോട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ബോർഡോസർ അടിക്കും. മഴയ്ക്ക് നമ്മൾ 3 പ്രാവശ്യം നമ്മൾ ബോർഡോസർ അടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ പനിപ്പുണ്ട്, ഇച്ചിരി വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് പനിപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ബോർഡോസർ ചുവട്ടിൽ സിവോസി ഇറക്കി ഒഴിക്കാറുണ്ട്. നമുക്ക് എന്നാ ഈൽഡ് കിട്ടും ഒരു വർഷം? നമുക്കൊരു വർഷം എന്നത് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ കാലാവസ്ഥ അനുസരിച്ച് അതിന് ഈൽഡ് കിട്ടണേ. നമുക്ക് ശരാശരി ഒരു ഇത്ര 70 ജാതി ഉണ്ടെങ്കിൽ നമുക്കൊരു 500-1000 കിലോ കായ ഒരു 150 കിലോ പത്രിയും കിട്ടാൻ സാധ്യതയുള്ളതാണ്. ശരിക്കും കായായില്ല. നമുക്ക് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം നമ്മൾ ശരിക്കും ജാതി കൃഷിയെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ഈ തവണ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതെല്ലാം എല്ലാ ഇതുണ്ടല്ലേ, മൊത്തം കഴിഞ്ഞ ദിവസത്തെ കാറ്റിനടിച്ച് പൂവും എല്ലാം കൂടെ കളഞ്ഞു, തളിരെല്ലാം കളഞ്ഞു. അപ്പോൾ ഈ വർഷം അതിന് വലിയ ആദായം നമ്മൾ പ്രതീക്ഷിക്കാനില്ല. നമ്മുടെ ഈ കൃഷിപ്പണികളെല്ലാം നിങ്ങൾ 4 പേരും കൂടിയാണോ ചെയ്യുന്നത്? എല്ലാ ഞങ്ങൾ പിള്ളേരുള്ളപ്പോൾ പിള്ളേരെല്ലാവരും അവിടെ ആരും ഇവിടെ ആർക്കും ഒരു പ്രത്യേക ഒരു പണിയൊന്നുമില്ല. എല്ലാവരും വന്ന് അവർക്ക് ഉള്ള ഉത്തരവാദിത്തം അവർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കൂടെ പിള്ളേർ ഇറങ്ങി വരും. പിന്നിപ്പം ഞങ്ങൾക്ക് വയ്യാങ്കിൽ പിള്ളേർ തന്നെ ഇറങ്ങി എല്ലാ പണികളും. തൊഴിലാളികളെ ആശ്രയിക്കാറില്ല? അല്ലല്ല, ഞങ്ങൾ തൊഴിലാളികളെ ആശ്രയിക്കാറില്ല. ഞങ്ങൾ സ്വയം ചെയ്യുന്ന പണികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതല്ലേ ഞങ്ങളുടെ പണി. കൊക്കോ ഏതാണ് ചെയ്യുന്നത്? കൊക്കോ അങ്ങനെ പ്രത്യേകമല്ല. ഇതൊരു 20 വർഷം 25 വർഷം പഴക്കമുള്ള കൊക്കോയാണ്. അന്ന് നമുക്ക് വിപണി കിട്ടുന്ന ഒരു തയ്യ. ഇന്നാണല്ലേ ഹൈബ്രിഡ് ആയത്. അന്ന് നിൽക്കുന്ന കൊക്കയത്. അതുകൊണ്ട് ഇതിന്റെ കായൊക്കെ ഇച്ചിരി വലിപ്പക്കുറവാണ്. എന്തരം ഉണ്ട് നമ്മൾ എന്തരം ചെയ്യുന്നുണ്ട്? കൊക്കോയോ? കൊക്കോ നമുക്കൊരു ആഴ്ചയിൽ ഒരു 30 കിലോ 40 കിലോ പരിപ്പ് കിട്ടും. അത് ഇടവിളയായിട്ട് അങ്ങ് ചെയ്യും? ഇടവിളയായിട്ട്. അത് എവിടെയെങ്കിലും സ്ഥലങ്ങൾ ഇല്ലാത്ത, അതായത് കൃഷിയില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കൊക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷി അത് അവിടെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും വളം കൊടുക്കുന്നത്? ചാണകം മാത്രമേ ഉള്ളൂ? ഇതിന് ചാണകമേ ഉള്ളൂ. പിന്നെ സമ്മിശ്ര കൃഷി ആയതുകൊണ്ട് മറ്റു കൃഷിക്ക് ചെയ്യുന്ന വളങ്ങളും അത് വലിച്ചെടുക്കും. അല്ലെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കൃഷിക്കും അതിന് പ്രത്യേകമായിട്ടൊരു വളം ചെയ്യുന്നില്ല. എല്ലാത്തിനും ചെയ്യുന്ന കൂട്ടത്തിൽ അതിന്റെ സമ്മിശ്ര കൃഷി ഉണ്ടാവും കൊക്കോ ഇവിടെ അല്ലേ? അത്യാവശ്യം നന്നായി കൊക്കോ നന്നായിട്ടുണ്ടാകും. ആകെയുള്ളതെന്ന് പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ ഇത് പനിപ്പ് ഉണ്ടാവും. അതാണ് ഒരു പ്രശ്നം. ഇതുണ്ടല്ലേ ഈ കൊക്കോ, ഈ പനിപ്പ് ഒരു വല്ലാത്ത പ്രശ്നമാണ്. അതിന് മരുന്നടിച്ചു കൊടുക്കണം. ഇത് വെട്ടിയിടുന്നേ. കുരുമുളക് നന്നായി ചെയ്യുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. ഏതാ ഇനങ്ങൾ ചെയ്യുന്നത്? പന്നിയൂർവനുണ്ട്, കരിമുണ്ടി ഉണ്ട്, നീലമുണ്ടി ഉണ്ട്, വെള്ളമുണ്ടി ഉണ്ട്, തോട്ടക്കാട്ടനുണ്ട്. സമ്മിശ്രം എല്ലാ ഇനങ്ങളും ഉണ്ട്. ഏതാ നല്ല വിളവുള്ള? കരിമുണ്ട് കുഴപ്പമില്ല. പന്നിയൂർവണ് 1.5 വർഷം കായ്ക്കുള്ളൂ. അത്യാവശ്യം എല്ലാത്തിനും തന്നെ ഉണ്ട്. നമുക്ക് ഈൽഡ് കിട്ടും. കരിമുണ്ട് പൊതുവെ കേട് കൂടുതലാന്ന് പറയാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ? എല്ലാ കൊടിക്കും കേടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഓരോ സൈസ് കൊടി. ഇപ്പൊ ഈ വർഷം പന്നിയൂർവണ്ണാണ് കൂടുതലായിട്ട് കേട് കണ്ടത്. എന്നാൽ ഈ കരിമണ്ടിക്ക് വർഷം കേടില്ലായിരുന്നു. ഒരു പക്ഷേ അടുത്ത വർഷം കരിമണ്ടിക്ക് ആയിരിക്കും കേട്, എന്നാലും പന്നിയൂർവണ്ണ് കേട്ടില്ല. ഇങ്ങനെ ഓരോ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, കാലാവസ്ഥയിലാണോ അത് എന്താണെന്ന് അറിയില്ല. ഓരോ വർഷവും ഓരോ ഇനത്തിന് മാറി മാറി കേടുകൾ കാണാറുണ്ട്. എന്താ കേട് കാണുന്നത് കൂടുതലായിട്ട്? മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കാണിക്കേണ്ട മഞ്ഞളിപ്പ് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. വേരുകേട്ടിന്റെ ഉണ്ട്. വേരുകേട്ടിന് നമ്മൾ അത്യാവശ്യം അതിന്റെ മരുന്നുകളൊക്കെ ചെയ്യണതാണ്. പിന്നെ കൊമ്പ് ഇറങ്ങി പോകണമാണ് ഭയങ്കര. ഇതൊക്കെ നല്ലൊരു മുഴുത്തൊരു പന്നിയൂർവണ്ണായിരുന്നു. അത് ഈ തവണ കൊമ്പിറങ്ങി ഇങ്ങനെയായി. അങ്ങനെ ഒരു കൊമ്പിറങ്ങാൻ ഭയങ്കര കൊമ്പിറങ്ങി പോകുന്നുണ്ട്. നമുക്കിത് എന്തേരം ചെടിയുണ്ട്? കുരുമുളക് മൊത്തം എന്തേരം? കുരുമുളക് ഒരു 300-400 ചെടി കാണും. 400 ചെടി കാണും. ഇതൊക്കെ 5-ാം വർഷം കൂടിയാ. ഇതൊക്കെ ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ 2-ാം വർഷം കൂടിയാ. ഞാൻ അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു വർഷമെങ്കിൽ 4 വർഷം 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും ആദായം അങ്ങ് കുറയുക. അപ്പൊ അതിന് കയറി വരാൻ വേണ്ടിയിട്ട് അടുത്ത സെക്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ. നമ്മൾ എങ്ങനെയുണ്ട് കുരുമുളക് കൃഷി പൊതുവില്ല? ഇതിന് അത്യാവശ്യം കേടുകൊണ്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ആദായം കിട്ടും.
പിന്നെ കുരുമുളക് തന്നെ അങ്ങോട്ട് ചെയ്യാതെ സമ്മിശ്ര കൃഷിയാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ഐറ്റവും കുരുമുളക് നമുക്ക് ഇത്തരത്തിൽ നിന്ന് എന്തോരം വരുമാനം കിട്ടും ഒരു വർഷം? എനിക്ക് കഴിഞ്ഞ വർഷം ഏകദേശം 1.5 ലക്ഷം രൂപയുടെ കുരുമുളക് കിട്ടിയായിരുന്നു. അതായത് 4-ാം വർഷം കൂടിയിരുന്നു. ഇതൊക്കെ ഈ വർഷം 5-ാം വർഷമായിരുന്നു, 4-ാം വർഷം കൂടികളായിരുന്നു. അത് കൂടുതൽ കിട്ടാണ്. പക്ഷേ പന്നീർവണ്ണ് കണ്ടമാനം കേടായിപ്പോയി. പിന്നെ കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ നന്നായിട്ട് നമ്മൾ ചതിച്ചു. കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥയിൽ നമുക്ക് തിരിയിട്ട് പിടിക്കാനുള്ള അവസരമില്ല. ഈ വർഷം പോയി. ഈ വർഷം വളരെ ഇതൊക്കെ നേരത്തെ നനച്ച് തിളപ്പിച്ചത് കൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും തിരിയിട്ടേക്കണത്. കുരുമുളക് നനച്ചു കൊടുക്കുമോ? ഞാൻ വേനൊക്കെ നല്ല വാടി കഴിയുമ്പോൾ നന്നായിട്ട്, അതായത് കുറേ വെയിലടിച്ച് ഒരു ശരിക്കും ചെടി അങ്ങ് വാടും. വാടി അങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താ? അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് തളുത്ത് കിട്ടും. അപ്പം മഴ വരുമ്പോഴത്തേക്കും തിരി നന്നായിട്ട് പിടിക്കും. ഈ വർഷം എനിക്ക് ഇത്രയും തിരി പിടിച്ചില്ല. പക്ഷേ നമ്മൾ ശരിക്കും കഴിഞ്ഞ വർഷം ഒരു മെയിൽ പകലേക്ക് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെയിലുണ്ടാകുന്ന സമയമാണ്. പക്ഷെ നമുക്ക് മഴയായി പോയില്ലേ, അതുകൊണ്ട് മരം മൊത്തം എല്ലായിടത്തും തന്നെ ചവറായി പോയി. ഇതാണ്ട് ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ അതുകൊണ്ട് കഴിഞ്ഞ വർഷം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ തൊഴുത്ത് കഴിയണേ അത്യാവശ്യം ചെറിയൊരു ഫാം പോലെ ഉണ്ടല്ലോ, തൊഴുത്ത് കഴിയണേ ചാണകം വെള്ളം ഞാൻ അക്കരയിൽ നിന്ന് അടിച്ച് ഇവിടെ സ്ലറി ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിനകത്ത് നനച്ചു. ആ വെള്ളം മതി എനിക്ക് എൻ്റെ കൃഷി നനയ്ക്കാൻ. എൻ്റെ തൊഴുത്ത് കഴുകുന്ന വെള്ളം മതി. നമ്മുടെ വളപ്രയോഗം കുരുമുളകിന് ഞാൻ കൂടുതലും ജൈവം ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ലേശം, അതായത് മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലേശം യൂറിയ ഇടാറുണ്ട്. ഞാൻ മഴ തുടങ്ങുന്നതിനൊരു 15-20 ദിവസം വരെ നന്നായിട്ട് ഇതിന് കുമ്മായി ഇടും. ഇതോടെ ഇതിന് ഡോളാമറ്റ് ഇട്ടേക്കണത്. അതിന് ശേഷം പിന്നെ ജൈവവളം ചെയ്യും. ജൈവവളം ചെയ്തൊരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിന് ഒരു ശകലം യൂറിയയും പൊട്ടാഷും രാജ്ഫോസും അതുപോലെ തന്നെ ജീവൻ പ്ലസും കൂടെ കൂട്ടി ഇടും. പിന്നെ വേരുപുഴുവിന് നമ്മൾ മരുന്നൊഴിക്കും. വേരുപുഴുവിന് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയാണ് നമ്മുടെ ഒരു വളപ്രയോഗമുള്ളൂ. ചാണകം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ചാണകം പൊടിയായിട്ട് ഒരു പ്രാവശ്യം കൊടുക്കും. പക്ഷെ നമുക്ക് അവിടെ തൊഴുത്ത് കഴിയുന്ന വെള്ളം, ചാണകം വെള്ളം ഉള്ളത് കൊണ്ട് സ്ലറി നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ചുവട്ടിലേക്കല്ല, ഇടവഴി ചുമ്മാ ഇങ്ങനെ ഒഴിച്ചു വിടുക. നനയും വളവും എല്ലാം ആയിട്ട് ഇതങ്ങ് പോകും. അപ്പോൾ ഈ വേരുകേട് കൂടുതലായിട്ടുണ്ടാകും. ചാണകം വരും, വേരുകേട് കൂടും. അതുകൊണ്ടാണ് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം വേര് മുഴുവനും മരുന്ന് ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലേ? 2 പ്രാവശ്യം മരുന്ന് ഒഴിക്കും. ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും കെമിക്കലായിട്ട് ഇടും വേരുപുഴു പോകാനുള്ള. പിന്നെ വേപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് വേരുപുഴുവിന്. ഒരു 2 നമ്മൾ 2 കീടനാശിനി ഉപയോഗിക്കും, ഒരു ജൈവം ഉപയോഗിക്കും ഇതിന് വേണ്ടിയിട്ട്. വേപ്പിണ്ണാക്ക് നല്ലോണം ഇതാവുമോ? അത്യാവശ്യം വേരുപുഴുവിനൊക്കെ നല്ലതാണ്, കീടങ്ങൾ അകറ്റി നിർത്തുമല്ലോ. പക്ഷെ നമുക്ക് നല്ല വേപ്പിണ്ണാക്ക് കിട്ടാനില്ല. എല്ലാം ഈ കെമിക്കൽ ചേർത്ത് പൊടിച്ച വേപ്പിണ്ണാക്ക് അവിടെ വന്നത്. അത് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. 1-2 പ്രാവശ്യം എനിക്കൊരു ചെടിയൊക്കെ പോയതാ ഇതിട്ടത്. നമ്മൾ താങ്ങാലായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്? താങ്ങാല് മുരിക്കാണ് ഉപയോഗിക്കുന്നത്. മുരിക്ക കേടുണ്ടോ? മുരിക്ക നമുക്ക് താങ്ങാലിന് പറ്റുന്നൊരു സാഹചര്യം അല്ല. അതെന്ന് വെച്ചാൽ കേടുണ്ടെന്ന് ന്യായമായിട്ട് കേടുണ്ട്. പിന്നെ മറ്റേ പയ്യാനി പോലെയുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു ഇപ്പോൾ. പിന്നെ കമ്പ് മാറിയിടാണ്. പിന്നെ വളർച്ച കുറവുണ്ട് ഈ താങ്ങാലിന്. കൂടത്തേക്കാണോ വെച്ചത് അതോ? അല്ലല്ല, നമ്മൾ നമ്മുടെ തന്നെ തോട്ടത്തിൽ നിന്ന് മുറിച്ചിടുകയാണ്. ഇതൊക്കെ മുറിച്ചിട്ട തൈകളാണ്. മുരിക്കിട്ട് എത്ര കഴിഞ്ഞപ്പോൾ വെച്ചു? മുരിക്കിട്ട് നമ്മളൊരു ഇപ്പം മഴ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മുരിക്കി വെക്കുമല്ലോ. കുഴുകുത്തി മുരിക്കിട്ട് കഴിഞ്ഞാൽ മഴക്കാലം ഒരു ആദ്യത്തെ അടമഴ കഴിയുമ്പോഴേ നമ്മളിത് മുറിച്ചിടും. കറക്റ്റായിട്ട് ഏത് സമയത്ത്? ജൂണിലാണോ ചെയ്യുന്നത്? നമ്മളൊരു പുതുമഴ ചെയ്ത് മണ്ണൊക്കെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും മുരിക്കങ്കാല് കുഴിച്ചിടും. കുഴുകുത്തി മുരിക്കങ്കാല് കുഴിച്ചിടും. അത് തന്നെ നമ്മൾ കുഴി തയ്യാറാക്കി ഇടും. അത് കഴിഞ്ഞ് മഴ കഴിയുമ്പോഴത്തേക്കും മുരിക്കങ്കാല് കുഴിച്ചിടും. അത് കഴിഞ്ഞ് ഒരു ജൂൺ പകുതിയോടുകൂടി നമ്മൾ ആദ്യത്തെ അടമഴ കഴിഞ്ഞ് 2ാമത്തെ അടമഴയ്ക്ക് ഗ്യാപ്പ് വരുന്ന തോർച്ച വരുന്ന സമയത്ത് നമ്മൾ കുഴിച്ചിടും. നമ്മൾ ഈ മഴക്കാല പരിചരണം എന്തുവാ ശരിക്കും കുരുമുളക് ചെയ്യുന്നത്? കുരുമുളകിന് നമ്മൾ ബോഡോമിസൽ അടിക്കും. ഈ വർഷം നമുക്ക് അടിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നടിക്കുന്നത് നമ്മൾ സാധാരണ മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ജൂൺ ആദ്യം ആകണ മഴയ്ക്ക് മുമ്പ് നമ്മൾ ബോഡോമിസൽ ഒന്ന് അടിക്കണമായിരുന്നു. മഴ നമുക്ക് ചില സാധനം മേടിച്ചോണ്ട് അടിക്കാൻ പറ്റിയില്ല. അത് നമ്മളെല്ലാം ഇനിയിപ്പോ ഈ മഴ തോർന്നു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുമോ? തോർന്നു കഴിഞ്ഞാൽ അടിക്കാം. പക്ഷെ അന്നേരം കഴിഞ്ഞ ദിവസം കാറ്റുകളൊക്കെ ശരിക്കും ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പൊ ചൂട് ഇളകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് നമ്മുടെ കാലാവസ്ഥ മറ്റേത് കാറ്റിന് പോയതാണ് ഈ തെങ്ങ്. തെങ്ങ്. അപ്പോൾ തെങ്ങ് പോയെങ്കിൽ അത് നമ്മളത് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലോ. കൈയോടെ തന്നെ അവിടെ ഒരു തെങ്ങ് കുഴിച്ച് വെച്ചേക്കുക. അടുത്ത തെങ്ങ് തൈ വെക്കുന്നു. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പോയില്ലേ. തെങ്ങ് എന്തായാലും ചെയ്യുന്നുണ്ടോ നമ്മളിവിടെ? തെങ്ങ് ഇപ്പോൾ എനിക്കൊരു
കാച്ചത് കാര്യം പറഞ്ഞൊരു 10-20 തെങ്ങുള്ളൂ. ഞാനൊരു 60-70 തെങ്ങോളം വെച്ചിട്ടുണ്ട്. ഈ സൈസ് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് തെങ്ങുകളുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം തന്നെ 10-40 തെങ്ങ് വെച്ചിട്ടുണ്ട് മലയിലേക്ക്. കുള്ളം തെങ്ങാണോ അതോ? അല്ലല്ല, നാടൻ തെങ്ങ്. ഞാൻ വെക്കുന്ന നാടൻ തെങ്ങിന് കേട് കുറവുണ്ട്. ഇച്ചിരി താമസം കായ്ക്കുള്ളൂ. 5 വർഷം 6 വർഷമൊക്കെ പിടിക്കും കായ്ക്കും. പക്ഷേ പിടിച്ച് കിട്ടിയാൽ അതാ ബെറ്റർ. മറ്റേ തെങ്ങിനെ പോലെ കേട് കുറവുണ്ട്, നല്ല ഈൽഡും കിട്ടും. തെങ്ങും തൈയൊക്കെ ഇപ്പോൾ വെക്കുന്ന തൈയൊക്കെയോ? ഇത് കൃഷിഭവനിൽ നിന്ന് തയ്യാ. ആണോ? എത്ര തേങ്ങ കിട്ടും ഒരു വർഷം? നമ്മൾ നേരത്തെ തേങ്ങ ഇപ്പം കഴിഞ്ഞ വർഷം തൊട്ട് നമുക്ക് കൊടുക്കാറുള്ള തേങ്ങ ആയുള്ളൂ. എന്നാലും കഴിഞ്ഞ വർഷം ഞാനൊരു 600 350-400 കിലോ തേങ്ങ കൊടുത്തു. ആണോ? ഇപ്പം എണ്ണല്ലോ. ഇപ്പം എണ്ണ എന്തോ ഇതെന്തരമാണ് കുഴി? ഇനിയിപ്പോൾ കുഴി കുറച്ച് താഴണം, നല്ല തെങ്ങ് നിൽക്കുള്ളൂ, അല്ലേ മറിഞ്ഞു പോകില്ലേ. ഇതല്ലേ ഇളക്കമുള്ള മണ്ണല്ലേ? ഇത് കണ്ടല്ലായിരുന്നു. ഇങ്ങനെയുള്ള മണ്ണിലാണ് തെങ്ങ് കൃഷി ചെയ്യുന്നത് നല്ലത് അല്ലേ? അല്ല, തെങ്ങ് നമ്മൾ എല്ലാ വർഷവും തെങ്ങിന്റെ തട ഇളക്കി കൊടുക്കുമല്ലേ വളയിട്ട്. കുഴി ഇച്ചിരി വട്ടാക്കണം. ഇത് വെച്ച് നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും തെങ്ങ് കുഴി വട്ടാക്കിയാൽ മതി. ഇവിടെ ഇളക്കം ഉള്ളതുകൊണ്ടല്ലേ? ഇത് നമ്മുടെ കൃഷിഭവന്റെ തെങ്ങും തയ്യാ? ഇത് കൃഷിഭവന്റെ തെങ്ങും തയ്യാ. സിംഗിളായിരുന്നു, തവരണത്തെ ഇല്ല, അല്ലാതെ കിട്ടിയതാ. അതിനിച്ചിരി കേടുണ്ടോ ഈ തെങ്ങ്? ഇതിന് ഇത് കണ്ട ചെള്ള് കയറിയതായിരുന്നു. അപ്പോൾ ആ ഒരു കേട് ഇതിനെ ബാധിക്കല്ലേ അടുത്ത തയ്യേ? ഇല്ല, അത് നമ്മൾ മരുന്നൊരു ചെള്ളിനെ കൊല്ലുമല്ലേ. ചെള്ളത് നശിപ്പിച്ചല്ലേ? ഇങ്ങനെയാണ് ചെള്ള് കയറി പോകുന്നത്? ചെള്ള് കയറി പോകുന്നത്. ഇങ്ങനെയും ചെള്ള് കയറും, മുകളിലും കയറും. കേരം തെങ്ങും കേരള നാട്ടിൽ ഒരു തെങ്ങും തെങ്ങ് കൂടെ സംഭവിച്ചു അല്ലേ? ഈ തെങ്ങ് ഇത്ര മൂടാവുള്ളൂ. വേര് പിടിച്ച് വെള്ളം കിട്ടില്ലേ? ഇല്ലേ, വെള്ളം കിട്ടും. അത് തുറന്നു വിടുമ്പോൾ തന്നെ ഇവിടെ നമ്മളിങ്ങനെ തുറക്കും. അങ്ങനെ അങ്ങ് തുറന്നു വിടും. അതിൻ്റെ കൂമ്പേ വെള്ളം കയറി വരരുത്. ഇതിനിപ്പം എല്ലാം ആകുമ്പോഴത്തേ ഇത് മുഴുത്ത് തടാവും. അന്നേരത്തെ ഇത് സൈഡിൽ പേരൊക്കെ പിടിച്ച് അങ്ങനെ ഞാൻ പ്രമാണിച്ച് ഒരു തെങ്ങും തൈ കൂടെ നട്ടു അല്ലേ? അതെ. ഇത് എത്ര വർഷം കായ്ക്കും? ഇതൊരു 5 വർഷം കായ്ക്കാവുന്നേ. 5 വർഷം കായ്ക്കും. 5 വർഷമായ തെങ്ങ, പക്ഷേ പോയില്ലേ. ഒരു മനുഷ്യന്റെ ആയുസ് പോലെയാണ് ഒരു തെങ്ങ് പോണത്. സത്യമായിട്ട് വലിയ തെങ്ങ്. ഇത്രയും തെങ്ങ്, ചൊട്ടയിട്ട് തെങ്ങല്ലേ. ഇതാണ് തെങ്ങിനെ നശിപ്പിക്കുന്ന സാധനം. കൊമ്പൻ ചെല്ലിയാണ് ഈ സാധനം. അവൻ ചത്തോ? ഇല്ലല്ല, അവൻ നല്ല ഉഷാറുള്ളവനാ. ചത്തില്ല, ഞാൻ എടുക്കാം. ഇതുണ്ടോ, ഇതാണ് അവൻ. ഇതിപ്പോ ഡോറെണ്ണം കയറിയാൽ മതി ഒരു തെങ്ങ് കളയാൻ. ഇതിനിപ്പം തെങ്ങ് മൊത്തം അടിച്ചു തരുമോ? ഇത് ഇവൻ അകത്ത് അതിൽ കയറി അകത്ത് മാങ്ങയെല്ലാം തിന്നു പോകും. കൊമ്പൻ ചെല്ലി. അത് ഇതിനകത്തൊരു ഇന്ന സാധനം കാണും, വിഷമൊഴിച്ച് കളയണത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണോ? രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ ഭക്ഷണങ്ങളേ ഉള്ളൂ. സമയമില്ല. രാവിലത്തെ പണിയും എല്ലാം കഴിയുമ്പോഴത്തേ ഒരു 11 മണിയാവും. വേനലാണെങ്കിൽ വല്ല പഴങ്കഞ്ഞി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. മീൻ കൃഷി ഉണ്ടോ? നമുക്ക് മീനുണ്ട്. പോട്ടെ, അത് പോയി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നഷ്ടപ്പെട്ടു അല്ലേ? ഇല്ലെന്നേ, ഒന്നുമില്ല, ശകലം ചെല്ലിയേ പറ്റുള്ളൂ. അത് ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ പോലെ എന്തേ. അല്ല, പഴുത്തില്ല, മൂത്ത. എടി വാഴയിൽ ഇറക്കി കന്നാലിക്ക് കൊടുക്കടി. അല്ലേ വേണ്ടത്, വാഴച്ചുള്ളി തെങ്ങിച്ചുള്ളി കൊണ്ടിട്ട്. ഇത് പോയി വാഴ. നമ്മുടെ ഇവിടെ രോഗം രോഗത്തിൻ്റെ ഏറ്റവും ഒരു ഭീകരമായ രോഗം അകിടുവീക്കാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കാറില്ല. എന്നു വെച്ചാൽ നമുക്കൊരു അകിടുവീക്കം കണ്ട് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ആ 1 മണിക്കൂറിൽ അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിന് കാമ്പ് പോകും.
പക്ഷെ നമ്മൾ ഒരു ഡോക്ടറെ വിളിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഉച്ച കഴിയും, ചിലപ്പോൾ ഇവിടെ ഡോക്ടർ കാണില്ല, പിറ്റേ ദിവസമാവും, ഒരെണ്ണം മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 ഗുളിക മേടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പശുക്കളുടെ അകിട് പോയിട്ടുണ്ട്, ഇവിടെ കാമ്പുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പിന്നെ തൊഴുത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ള, വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക, രോഗങ്ങൾ പകുതി കുറയും. എല്ലാ ദിവസവും ഞാൻ കുളിപ്പിക്കും. രാവിലെയും കുളിപ്പിക്കും, ഉച്ച കഴിഞ്ഞ് കറവയുടെ മുമ്പ് കുളിപ്പിക്കും. എന്നുവെച്ചാൽ വൃത്തിയായിട്ടിരിക്കണമല്ലോ തൊഴുത്തും. തീറ്റ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് CO3, സൂപ്പർ നേപ്പിയർ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യണത്. പിന്നെ അതിൻ്റെ കൂടെ വൈക്കോല് കൊടുക്കും. വൈക്കോല് കൊടുത്താലാണ് നമുക്ക് ദഹനം ക്ലിയറായി വരുള്ളൂ. പിന്നെ കൽത്തീറ്റ കേസാണ് കൊടുക്കണത്. കേസ്, കമ്പോടി, ഗോതമ്പ് പൗഡറും കൂടെ. ഇതിൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗോതമ്പ് പൗഡറും കൂടെ കൊടുക്കുന്നുണ്ട്, ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. വൈക്കോലും. പിന്നെ വേനലാകുമ്പോൾ കന്നാര നമ്മൾ ഇറക്കും. നമുക്ക് പുല്ല് തികയില്ല, അന്നേരം കന്നാരയും വൈക്കോലും കൊണ്ട് കൊടുക്കും. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ പുല്ലുണ്ട്, അതുകൊണ്ട് നമ്മൾ പിന്നെ CO3യും നമ്മുടെ വൈക്കോലും കൂടെ കൊടുക്കും. പശുകൃഷി ലാഭമാണോന്ന് വെച്ചാൽ നമ്മൾ 1, 2, 3 പശുക്കളെ ഒന്നും വളർത്തിയാൽ നമുക്ക് ലാഭകരമല്ല. ഈ ഒരു 2, 3 പശു വളർക്കണേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ഉള്ളൂ ഒരു 10 പശു വളർക്കണേ. ഒരു 10 പശു വളർക്കുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻകം നമുക്ക് ബാലൻസ് വയ്ക്കാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പണിക്കൂലിയെങ്കിലും നമുക്ക് ബാലൻസ് വയ്ക്കാൻ പറ്റും. ഇത് 2, 3 പശു വളർത്തി അത് കൊണ്ട് കൊടുത്ത് അന്നാൾ ചിലവ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് തന്നെ കാര്യം ഇരിക്കണേ. അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ബൾക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ JLG പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക സഹായമുണ്ട്. നല്ല പിള്ളേരൊക്കെ, കഴിവുള്ള പിള്ളേരെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണെങ്കിൽ പശുകൃഷി വളരെ ലാഭകരമൊക്കെയാണ്. പിന്നെ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ തീറ്റയ്ക്കും അതിൻ്റെ ബുദ്ധിമുട്ടിന് ആനുപാതികമായിട്ടുള്ള വില കിട്ടുന്നില്ല. എന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും. ഇപ്പം എല്ലാവരും പറയും ആദായകരമല്ല എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല. ഈ 1, 2, 3 വളർക്കണവർക്ക് ആദായകരമില്ലാത്തുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് അതുകൊണ്ട് ഒന്നും ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല. നന്നായിട്ട് ബൾക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം, ലാഭകരമാക്കാം. പിന്നെ തന്നെ ചെയ്യണം കുറേയൊക്കെ. എല്ലാം പണിക്കാരെയും മറ്റു കാര്യങ്ങളും ആശ്രയിച്ച് നിൽക്കരുത്. എല്ലാം പൈസ കൊടുത്ത് മേടിച്ച് കന്നാലിക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കരുത്. അവന് തന്നെ കൃഷി ചെയ്ത് അതിന് വേണ്ടുന്ന അത്യാവശ്യം തീറ്റകൾ ഉണ്ടാക്കുക, തന്നെ ചെയ്യുക, ലാഭകരം. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂപ്പർ അടിപൊളി എപ്പിസോഡ് ഇവിടെ പര്യവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഇനി കൂടുതൽ പറയേണ്ട കാര്യങ്ങളില്ല, എങ്കിലും ഞാനൊന്ന് ചെറുതായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മൊത്തത്തിലൊന്ന് പറയാം. ഇവരുടെ ഒരു ദിനചര്യ ആരംഭിക്കുന്നത് ഏതാണ്ട് 5 മണിയോട്, 5 മണിക്ക് മുമ്പ് ആരംഭിക്കും, 4:30 കൂടി ആരംഭിക്കും. നേരെ തൊഴുത്തിൽ നിന്നാണ്. അതിപ്പോൾ ഈ പിള്ളേർ ജോലിക്ക് പോവുകയാണെങ്കിൽ, അല്ല പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇവർ 2 പേരൂടെ മാത്രം നേരെ ഇറങ്ങും, തൊഴുത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതിനുശേഷം നേരെ പുല്ലി എത്താനായിട്ട് പോകും, അല്ലേ? അതൊരു മലയാണ്, നേരെ കയറണം. ഞാനാണ് പോയിട്ട് ഈ മഴയത്തൊക്കെ തെന്നി വീഴും, നല്ല ഹൈറ്റാണ്. അവിടെ നിന്ന് നേരെ പുല്ലി എത്തി ചുമന്ന്, നമ്മൾ കണ്ടു പയ്യനെ നല്ല അടിപൊളിയായിട്ട് പുല്ലൊക്കെ ചുമന്ന് അതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പശുക്കൾക്കുള്ള തീറ്റ കൊടുക്കും. അതിനിടയിൽ അവരുടെ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ അവിടെ ആ പറമ്പിൽ തന്നെ നടക്കും. മാങ്ങയും ഇതുമൊക്കെ ആയിട്ട് അങ്ങ് പോകും, അല്ലേ? പശുക്കളുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒരു കാര്യം. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു സംഭവം തന്നെ കണ്ടു. ഇപ്പം നമ്മൾ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തണം. ആദ്യം എനിക്ക് നമ്മൾ ആദ്യം ഇത് വന്നില്ല. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി. ചേച്ചി പറഞ്ഞു, പേരെങ്ങനെയായിരുന്നു? ചേച്ചി പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. ചേട്ടായി പറഞ്ഞു, ഇതെന്റെ പ്രിയ ഭാര്യ, എന്റെ എല്ലാമെല്ലാമായ. ഓക്കെ, അത് നമ്മുടെ ആ ജീവിതം തുടങ്ങിയ കാലം പോലെ, അല്ലേ? എല്ലാ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇന്ന് വരെ 25 വർഷമായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട്. ഞാനിവിടെ ഇവരെ കുറിച്ച് ഒരു ബുക്കിൽ നിന്ന് ഞാൻ വായിച്ചിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നു. കാരണം ചേട്ടായി ആ സമയത്ത് ഓട്ടോ ഓടിക്കുന്നുണ്ട്, അല്ലേ? ആ സമയത്ത് ഓട്ടോ ഓടിച്ച് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന രാത്രി സമയങ്ങളിലാണ് ഇവിടെ കൃഷി ചെയ്തത്. അതൊന്ന് പറഞ്ഞു തന്നത്. ഞാൻ എന്തിനാ പറഞ്ഞു തരാം. ഞങ്ങള് വിചാരിതമായിട്ട് വേറെ മാറുന്ന സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമില്ല. അങ്ങനെയാണ് ഞങ്ങളൊരു ഓട്ടോറിക്ഷ കടമായിട്ട് എടുക്കുക. അപ്പം പകല് പൂർണ്ണമായിട്ട് ഓട്ടോറിക്ഷയിലായിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോലും തന്നെ ആ സാഹചര്യമല്ലോ, സാമ്പത്തികം ഇല്ലാത്തൊരു അന്ന് ഞാൻ മാറുമ്പോൾ ഇവന് 1 മാസം പ്രായമുള്ളൂ, അവളില്ല. എൻ്റെ മൂത്ത മോള് മാത്രമേ ഉള്ളൂ. എനിക്ക് 3 പിള്ളേരാ. ഒരാൾ ബിസിനസ്സിന് പഠിക്കുന്നു, 2 പേരെ നമ്മൾ കണ്ടു, ഒരാളോടുണ്ട്. ആ സാഹചര്യത്തിൽ അപ്പം ഒരു ഓട്ടോറിക്ഷയിലെ ഇൻകം കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഒരു 8 മണി വരെയൊക്കെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കും. വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഈ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. വൈകുന്നേരം വന്നിട്ട് പാവല് പയറതാണ് നമ്മുടെ മെയിൻ കൃഷി. അപ്പം രാത്രിയിലാണ് ഹെഡ്ലൈറ്റൊക്കെ വെച്ചാണ് ഞാൻ പണിയണത്. ഒരു 11 മണി വരെ 12 മണി വരെയൊക്കെ ഞാൻ പണിയായിരുന്നു രാത്രി കൃഷി ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും പ്രശ്നമില്ല. വെയിലത്താണ് നമ്മൾ ചെയ്യണത്. അല്ല, നമുക്ക് വെയിലൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ, ചൂട് ക്ഷീണം ഉണ്ടാവില്ല. അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു
ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല, തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫ്രീ ആയിട്ട് പണിതുകൊണ്ടിരിക്കുന്നു. നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ ഭക്ഷണങ്ങൾ എത്തിച്ചു തരുന്നു, ചായ ആയി അതായതായി നമ്മൾ എത്തിച്ചു തരുന്നു. അപ്പം അക്കരമല്ലേ കണ്ടാണല്ലോ. അധ്വാനിക്കാൻ തയ്യാറായിരുന്നു. അതിന് മനസ്സായിട്ട് എല്ലാ സപ്പോർട്ടുമായിട്ട് ഒരു ഭാര്യ കൂടെ കിട്ടി. ഇനി നമുക്ക് പിള്ളേരെ പരിചയപ്പെടാം. പിള്ളേര് മോൻ്റെ പേരെന്നാടാ? ബോണി. ബോണി മിടുക്കനാണ്. ബോണി നമ്മൾ കണ്ടില്ലേ, അല്ല അധ്വാനിക്കാൻ സത്യം പറ കൺഗ്രാജുലേഷൻസ് മിടുക്കൻ കേട്ടോ. കാർത്ത് വാര ഇവനെ ശരിക്കും പറയാം, ഞാൻ ആദ്യം ഒരു ദിവസം വന്നു അല്ലേ, വന്ന് നല്ല മഴയായി പോയി, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അന്ന് വരുമ്പോഴുണ്ട് ഇവൻ അന്ന് തൊഴുത്തിലാണ്. ഇവനന്ന് പക്ഷേ ഞാൻ വരുന്ന ഒരു ഈവനിങ് ടൈമിലാണ്. ഓക്കെ, നമ്മൾ ഇത് ഭയങ്കര ഇഷ്ടമാണോ കൃഷി? ഭയങ്കര ഇഷ്ടമാണ്. കൃഷിയോട് നല്ല താല്പര്യമാണ് എനിക്ക്. ഓക്കെ. നീ എന്താ പഠിക്കുന്നത്? സിഐക്ക് പഠിക്കുക. എവിടെ? കോഴിക്കോട്. മുക്കം. വരുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇവരെ സഹായിച്ച് ഇവരുടെ നടക്കുക. മോളുടെ പേരെന്നാ? ബിൻഡ. എന്ത് ചെയ്യുക? ഞാൻ CS പഠിക്കുന്നു. എവിടെ? തിരുവനന്തപുരം. ഓക്കെ. അതിനിടയിൽ വന്ന് അല്ലേ പശു കൃഷിയിൽ അമ്മയുടെ കൂടെയും. ഇവള് പഠിക്കാൻ പോണതിന് മുമ്പ് ഇവക്കൊരു 6 കിടാക്കളുണ്ടായിരുന്നു. എന്നെ കൊണ്ട് വിപ്പിക്കില്ല, ഇവളാണ് എന്നെ വളക്കണേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ പഠിക്കാൻ പോകുമ്പോൾ അച്ഛൻ പ്രത്യേകിച്ച് പൈസ ഉണ്ടാക്കണ്ട, എൻ്റെ കിടാക്കളെ വിട്ടിട്ട് ഞാൻ പോകണം. അങ്ങനെ ഇവള് വളക്കുമായിരുന്നു. എനിക്ക് ഒത്തിരി ഇൻകം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഇവള് ഈ +2 കഴിഞ്ഞിട്ട് ആ കാലഘട്ടങ്ങളിൽ ഏകദേശം ഇവളുടെ കിടാക്കളെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 6-7 കിടാക്കളെ വിട്ട് തന്നെ എനിക്ക് 1-1.25 രൂപ എടുത്ത് എനിക്ക് 1 ലക്ഷം രൂപ മോളിൽ അവൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേച്ചിയുടെ പേര് പറഞ്ഞില്ല. റോസ്മി. ചേച്ചിയുടെ വീട് എവിടെ? കഞ്ഞിക്കുഴി. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലൊരു ഫാമിലി. ഞാൻ ഈ പറഞ്ഞ പോലെ ചേട്ടായും ചേച്ചിയും കൂടെ ഈ സമൂഹത്തിന് മുൻപിലേക്ക് വയ്ക്കുന്ന വലിയൊരു മാതൃകയാണ്. അടുത്ത തലമുറയെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കൃഷി അത്ര മോശം കാര്യമല്ല. ഒന്നുമില്ല, കൃഷി നല്ല കാര്യം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാവുന്ന ഏറ്റവും നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. ആരോടും നമുക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇവര് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇവരുടെ ഒറ്റയ്ക്കുള്ള, ഇതിനെല്ലാം നമ്മൾ തൊഴിലാളികളെ ആശ്രയിച്ച കഷ്ടമാണ്. എനിക്ക് ഒരു മോളോടെ ഒരു മോളോടുണ്ട്. മൂത്തവള് പെങ്കൊച്ച, അവള് BSc നഴ്സിംഗ് എല്ലാവരും കൃഷിയിൽ താല്പര്യമാണ്. അവള് BSc നഴ്സിംഗ് 4 വർഷമായി. അപ്പൊ എന്തായാലും നമുക്ക് പുള്ളിക്കാരെ കാണാൻ പറ്റില്ല. പുള്ളിക്കാരി എവിടെയാണ്? കോയമ്പത്തൂരിലുള്ള ആൾക്കൂടെ ആശംസകൾ പറയുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും എനർജറ്റിക് ആയ ഒരു ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. നമ്മൾ ഇവരൊക്കെ ഡ്രസ്സ് മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഇവർ ഡ്രസ്സ് മാറി വന്നത്. ഇനിയും ഇവർക്ക് ജോലികളുണ്ട് അല്ലേ? അടുത്ത സെക്ഷൻ അവിടെ കുറേ പേർ ബസ് നിൽക്കുന്നത് താഴെ. അല്ല, അവരെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കിടന്നുറങ്ങുകയാണ്. ഇനി നമുക്ക് 2-2:30 അടുത്ത കറവേപ്പിള 3:30. അപ്പോൾ 2:30 ആകുമ്പോൾ ഇറങ്ങി കുളിപ്പീരും കാര്യങ്ങളൊക്കെ പറ്റും. 2:30 തൊട്ട് നമുക്ക് പിന്നെ 5 മണി വരെ കന്നാലിയുടെ കാര്യങ്ങളാണ്. 5 മണി ആകുമ്പോഴത്തേ ആ പണി എല്ലാം തീരും. എത്ര ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ഫ്രീ ആവുന്നത്? ആ ഒരു ശരിക്കും ഞങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഒരു 5-6 മണി തൊട്ട് രാവിലെ 4 മണി വരെ. അത്ര നേരം അത്ര ഫ്രീ ആവും. ബാക്കിയുള്ള നമ്മൾ വേറെ പിന്നെയുള്ള പശു വളർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട്, നമുക്ക് ഈ ഒരു ഇത്രയും ഇതിൽ നിന്ന് ഒരു വർഷം എത്ര രൂപ നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഞാനത് പറയണോ? പറഞ്ഞ പ്രശ്നം എനിക്ക് ശരാശരി, അതായത് ഒരു മാസം പാലിൽ നിന്ന് ഇപ്പൊ ഇത്രയും പശുക്കൾ, ഇപ്പൊ 5 പശുവിൽ ഒരു 10 പശു നമ്മൾ ശരാശരി കറക്കണ ഒരു 10 പശു എന്ന് കൂട്ടാം. 8-10 അത് ആ റേഞ്ച് നിൽക്കും. ബാക്കി 5 ചെന്നൈയൊക്കെ ആയിട്ട് അങ്ങ് മാറുള്ളൂ. ആ പശുവിൽ നിന്ന് എനിക്ക് ശരാശരി ഒരു മാസം എനിക്ക് 2,40,000 രൂപ എടുത്ത് എനിക്ക് പ്രോഫിറ്റ് അല്ല, വരുമാനം. അതിൻ്റെ അകത്തുനിന്ന് ഒരു പകുതി പൈസ പശുവിൻ്റെ കാലിത്തീറ്റയും കാര്യങ്ങളുമായിട്ട് കുറേ പൈസ എൻ്റെ ചിലവ് ബാക്കി ചിലവ്. എനിക്ക് എന്നാലും ഒരു മാസം 1 രൂപ മുകളിൽ ഒരു തുക എനിക്ക് പ്രോഫിറ്റ് ഈ ഫാമിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയണ്ടത് കാരണം എന്ന് വെച്ചാൽ 15 പശുക്കളിൽ നിന്ന് ഒരു മാസം 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അത് ഇവർ ഈ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ പലപ്പോഴും വീഡിയോകൾക്കിടയിൽ കമൻറ്റുകൾ ആളുകൾ ഇടിക്കും, ഇത് പശു കൃഷി നഷ്ടമാണ് അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങരുതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതൊരു പ്രോഫിറ്റാണ്. അടുത്ത കൃഷി എനിക്ക് അത് പറയാനുള്ളത്, അത് പറയുമ്പോൾ ക്ലാരിറ്റിയോട് വരണ്ടേ, അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും പോലെ ചെയ്താൽ, അതായത് എല്ലാ കാര്യങ്ങളും മറ്റുള്ള ആശ്രയിക്കവും പല കാര്യങ്ങളും പൈസ കൊടുത്ത് മേടിക്കുന്ന സാഹചര്യമൊന്നും പോകാതെ നമുക്ക് കൃഷി ചെയ്തതിന് വേണ്ടത് തീറ്റകൾ പരമാവധി പുല്ല് അതുപോലെയുള്ള സാധനങ്ങളൊന്നും കാശ് കൊടുത്ത് മേടിക്കാതെ അതുണ്ടാക്കുകയും കാലിത്തീറ്റ് മാത്രം കാശ് കൊടുത്ത് മേടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായാലാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ഇതിൽ നിന്നെല്ലാം ആദായം വരുമ്പോഴോ? ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം അതൊരു സീസൺ അനുസരിച്ചല്ലേ, ഒരു വർഷം വേറെ ഒരു കൃഷിയിൽ നമുക്കൊരു
4 ലക്ഷം രൂപ പ്രതീക്ഷിക്കാം. മൊത്തം ഇവിടെ കിട്ടാം. പ്രതീക്ഷിക്കാം. ഓക്കെ അപ്പോൾ ഗുഡ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അല്ലേ? ഒരു കുഴപ്പമില്ല. വേറെ കടങ്ങളൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല. അത്യാവശ്യം ചില്ലറ കടങ്ങൾ അല്ല, ഞാൻ പറഞ്ഞ ഇത് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ബാധ്യതയില്ല. നമുക്ക് കാർഷിക കടങ്ങളൊന്നും നമ്മൾക്ക് ഒതുങ്ങുന്ന കടങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ, അതെടുക്കാറുള്ളൂ. ഇപ്പം തന്നെയാണ് ഈ കടങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കടങ്ങും നമ്മൾ വലിച്ചു വരില്ല. പിള്ളേരെ പഠനങ്ങളാണെങ്കിൽ തന്നെ നമ്മളൊരു ലോൺ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. ഞങ്ങളുടെ ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന അധ്വാനങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഓക്കെ. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു എപ്പിസോഡാണ് നമ്മൾ കണ്ടത്. കുറച്ച് ലെങ്ത് കൂടിപ്പോയി, അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ വന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള നല്ല കർഷകരുമായി കാണുന്നവരെ ഇസ്മി ജോവിഞ്ഞാണി സൈനിങ് ഓഫ് ഫ്രം മകരം.